അസ്സലാമു അലൈക്കും. വ്യാപാരത്തിൽ അഭിവൃദ്ധി ലഭിക്കാൻ വേണ്ടി ഒരു ഖുർആനിക ചികിത്സാ ഒരു രീതി അല്ലെങ്കിൽ ഖുർആനികപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യമായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കൃത്യമായ നിസ്കാരം എടുക്കുന്നവരാണോ? മനഃപൂർവ്വമെങ്കിലും നിങ്ങൾ നിസ്കാരം ഖളാ ആയി പോകുന്നവരല്ലേ? കൃത്യമായി നിസ്കാരം എടുത്തെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമുള്ളൂ. നിസ്കാരം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ദിക്റോ സലാത്തോ ഒന്നും ചെയ്തിട്ട് കാര്യവുമില്ല. കൃത്യമായി നിസ്കാരം നിർവഹിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദുആ ചെയ്യേണ്ടത്. ഇനി വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനുള്ളൊരു പ്രതിവിധിയാണ് ഞാനിവിടെ പറയുന്നത്. ബിസ്മി 786 പ്രാവശ്യം ഓതിക്കൊണ്ട് കട തുറക്കുക. അതുപോലെ തന്നെ കട അടയ്ക്കുക. അള്ളാഹു ഒരുപാട് ബർക്കത്ത് നിങ്ങളുടെ കടയിൽ അതിൻ്റേതായ ഒരു ബർക്കത്ത് നിങ്ങൾക്ക് കിട്ടും. കട തുറക്കുമ്പോൾ ഇത്രയും എണ്ണം പൂർണ്ണമാക്കണം. അതുപോലെ കച്ചവടം കഴിഞ്ഞ് കട അടയ്ക്കുമ്പോഴും ഇതേ ഒരു എണ്ണം 786 പ്രാവശ്യം തികച്ച് നിങ്ങൾ ബിസ്മി ഓതണം. അള്ളാഹു നിങ്ങളുടെ കടയിൽ മഹാ അത്ഭുതം തന്നെ നടത്തി കാട്ടിത്തരും. കുൽ ഇന്നൽ ഫളലി ബിയദില്ലാഹി യുഅ്തിഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫളലിൽ അലീം എന്ന ആയത്തിനെ അധികമായി ഓതിയാൽ ഒരിക്കലും നിങ്ങൾക്ക് കച്ചവടത്തിൽ പരാജയം വരില്ല. അതുപോലെ തന്നെ ജോലികൾ ലഭിക്കാനും ഈ ആയത്തിനെ പതിവാക്കിയാൽ ചെയ്യുന്ന തൊഴിലിൽ അള്ളാഹു ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരും. അതുപോലെ വ്യാപാരത്തിൽ മുടക്കം കണ്ടാൽ, തൊഴിലിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും താഴെ പറയുന്നത് നിങ്ങൾ പതിവാക്കുക. യാ തവ്വാബ്, യാ ആഫിറു, യാ ഹസീബു, യാ വക്കീലു, യാ കാഫി, യാ റസാഖു, യാ സലാമു, യാ മുഅ്മിനു, യാ സരിയു. ഇത് നിങ്ങൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും പറയാണ്, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴും അത് നിസ്കാരം കൃത്യമായിരിക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ വ്യാപാരത്തിലും എല്ലാത്തിലും വേണ്ടത്ര അഭിവൃദ്ധി ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്തു നോക്കുക.